നമസ്കാരം. കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രതീക്ഷിത ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇന്നെടുത്തിട്ടുള്ളത് ജോഗ്രഫി പാഠഭാഗത്ത് നിന്നും കുറച്ച് പോർഷൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ. ഉത്തരപർവ്വത മേഖല പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടപ്പുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിലും 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയിലും വ്യാപിച്ചു കിടക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മുടെ SCERT ടെക്സ്റ്റിനകത്തുള്ളതാണ്. ഏകദേശം 2400 കിലോമീറ്റർ നീളവും 150 മുതൽ 400 കിലോമീറ്റർ വീതിയുമാണ് ഉത്തര പർവ്വത മേഖലയ്ക്ക് ഉള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഉത്തരപർവ്വത മേഖലയുടെ പടിഞ്ഞാറൻ അതിര് സിന്ധു നദിയും കിഴക്കൻ അതിര് ബ്രഹ്മപുത്ര നദിയും ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയോ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റ്. ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും കിഴക്കൻ മലനിരകൾ എന്നുമാണ്. ഇതിൽ നിന്നുള്ള ഹിമാലയത്തെയാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. തെറ്റായിട്ടുള്ളത് 4 മാത്രം. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇവിടെയുള്ളത് ഹിമാചലും ഹിമാദ്രിയും സിവാലിക്കുമാണ്. ഇപ്പുറത്തുവശത്ത് ഔട്ടർ ഹിമാലയവും ഗ്രേറ്റർ ഹിമാലയവും ലെസ്സർ ഹിമാലയവും ഉണ്ട്. നമ്മുടെ ഹിമാലയത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഹിമാദ്രി. ഈ ഹിമാദ്രി ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിനെ ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്നു. ഹിമാലയത്തിന്റെ ഏറ്റവും മധ്യഭാഗത്ത്, അതായത് ഹിമാദ്രി കഴിഞ്ഞിട്ട് അടുത്ത പ്രദേശമാണ് ഹിമാചൽ. ഇതിനെ ലെസ്സർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് സിവാലിക്. അതിനെ ഔട്ടർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഹിമാദ്രിയെ ഗ്രേറ്റർ ഹിമാലയം എന്നും സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്നും ഹിമാചലിനെ ലെസ്സർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് നോക്കാം. സൂചനകൾ വായിച്ച് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. സൂചന 1 സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവ സ്ഥിതി ചെയ്യുന്നു. സൂചന 2 കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരം കാണപ്പെടുന്നു. നോക്കിയോ, ഇവിടെ ഉത്തരമായി വരുന്നത് ഹിമാചൽ ഹിമാലയമാണ്. നോക്കിയോ, സൂചന 1 പറഞ്ഞിരിക്കുന്ന സുഖവാസ കേന്ദ്രങ്ങളായ ഷിംലയും മണാലിയും. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഹിമാചലിലുള്ളതാണ് അല്ലെ. സൂചന 2 കുളു താഴ്വരയെ ലാഹുല്, സ്പിതി എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും കാണപ്പെടുന്നു. ഉത്തരം മറക്കണ്ട, ബി ആണ് ഹിമാചൽ ഹിമാലയം. നാലാമത്തെ ചോദ്യം നോക്കാം. മണികരൻ, ഖീർഗംഗ എന്നിവ എന്തിന് പ്രസിദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഉത്തരം വരുന്നത് സി ആണ്. ചൂട് നീരുറവകൾക്ക് പ്രസിദ്ധമാണ് കേട്ടോ. മണികരനും ഖീർഗംഗയും ഈ ഹിമാചൽ പ്രദേശിലെ ചൂട് നീരുറവകളാണ് ഈ മണികരനും ഖീർഗംഗ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. അടുത്ത 5ാമത്തെ ചോദ്യം. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഉൾപ്പെടാത്തത് ഓപ്ഷൻ നോക്കാം. മാനസ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. കോസി ഗംഗയുടെ പോഷക നദിയാണ് കേട്ടോ. ദിബാങ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഖാഖ്രയും ഗംഗയുടെ പോഷക നദിയാണ്. 5ാമത് പറഞ്ഞിട്ടുള്ള ലോഹിത്തും ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. അപ്പൊ ഇവിടെ ഗംഗയുടെ പോഷക നദിയായിട്ട് തന്നിട്ടുള്ള കോസിയും ഖാഖ്രയുമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 2ഉം 4ഉം. അടുത്ത എന്താണ് കരേവാസ്? ഉത്തരം നോക്കാം. ഉത്തരം എ ആണ്. നേർത്ത മണലും ജീവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ്. നമ്മുടെ കുങ്കുമ പൂവ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരേവാസ്. കുങ്കുമ പൂവ് കൃഷി ഏറ്റവും വേഗത്തിൽ വളരുന്ന മണ്ണും ഏതാണ്? കരേവാസ്. പ്രത്യേകത മറക്കണ്ട, നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ്. 7ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ കുറച്ച് നാഷണൽ പാർക്കുകളാണ് തന്നിട്ടുള്ളത് കേട്ടോ. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക് ഇവിടെ തന്നിട്ടുള്ള ഹിമാചൽ പ്രദേശ് എന്നാണ്. പൂക്കളുടെ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്.
അടുത്ത് മാനസ് ആസാമിൽ തന്നെയാണ്. ഹെമിസ് തന്നിട്ടുള്ള ഉത്തരാഖണ്ഡ് എന്നാണ്. ഹെമിസ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രദേശമായ ലഡാക്കിലാണ് കേട്ടോ. ഹെമിസ് ലഡാക്കിലാണ്. ഡച്ച് ഗ്രാം ജമ്മു കാശ്മീരിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ തെറ്റായ ജോഡി വരുന്നത് പൂക്കളുടെ താഴ്വര വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. പിന്നെ തന്നിട്ടുള്ള ഹെമിസ് ലഡാക്കിലാണ്. അപ്പൊ ഉത്തരം 1ഉം 3ഉം ആണ് കേട്ടോ. ഓപ്ഷൻ എ. എട്ടാമത്തെ ചോദ്യം, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ അതിരുകളാണ് ഏതൊക്കെയെന്ന്? ഉത്തരം സി ആണ്. സത്ലജ് മുതൽ കാളി വരെയാണ്. നോക്കിയോ, ഹിമാലയത്തെ പ്രാദേശികമായി 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ളതിനെ പടിഞ്ഞാറൻ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗത്തുള്ളതിനെ കിഴക്കൻ ഹിമാലയം എന്നും ഇതിന്റെ രണ്ടിന്റെയും മധ്യഭാഗത്തുള്ളതിനെ മധ്യ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഹിമാലയത്തെ പ്രാദേശികമായി 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന പടിഞ്ഞാറൻ ഹിമാലയം ഏതൊക്കെ നദികളുടെ ഇടയ്ക്കാണെന്ന് വെച്ചാൽ സിന്ധു നദിയും കാളി നദിക്കും ഇടയ്ക്കാണ് പടിഞ്ഞാറൻ ഹിമാലയം. ഈ കാളി നദിക്കും ടിസ്റ്റ നദിക്കും ഇടയിലാണ് മധ്യ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ടിസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലാണ് കിഴക്കൻ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ പ്രാദേശികമായി സംസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീർ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും ഹിമാചൽ ഹിമാലയം എന്നും 3 ഭാഗങ്ങളുണ്ട്. അതായത് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റുകളാണ് കാശ്മീര്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ. ഓക്കെ, അപ്പോ ഇതിൽ ഉൾപ്പെടുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ അതിരുകളാണ് സത്ലജ് മുതൽ കാളി വരെ എന്ന്. ഉത്തരം സി ആണ് കേട്ടോ. അടുത്ത 9ാമത്തെ ചോദ്യം, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ഡി ആണ്. ബാര ലാച്ച ല. ഉത്തരത്തിൽ തന്നെ ഉണ്ട് അല്ലെ, ച ല. ച ഹിമാചൽ പ്രദേശും ല ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നെന്ന് ഓർത്തു വെച്ചിരിക്കുക. 10ാമത്തെ ചോദ്യം, പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റ് കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അല്ലേ. ഇനി കാരക്കോറം നിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ പർവ്വത നിരയായ ഗോഡ്വിൻ എവറസ്റ്റിൽ അല്ലെങ്കിൽ മൗണ്ട് K2 ആണ് കാരക്കോറം നിരയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയോ, ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശരിയാണ്. എന്താണ് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപം മൂലം ശിലകൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശരിയാണ് കേട്ടോ. 3ാമത്തെ, മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ശരിയാണ് കേട്ടോ. മധ്യ ഹിമാലയം നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗ് പ്രദേശം മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ബാക്കിയൊക്കെ നേപ്പാളിന്റെ ഭാഗമാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയോ, 1953 മാർച്ച് 29 ടെൻസിൻ നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. 1953 തന്നെയാണ് മെയ് 29 ടെൻസിൻ നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയത്. നമ്മുടെ ഇവിടെ തെറ്റായിട്ട് പറഞ്ഞത് 1ഉം 4ഉം ആണ് അല്ലെ. അങ്ങനെ ഓപ്ഷൻ നോക്കി, സി നോക്കിയ പ്രസ്താവന 2, 3 ശരി, 1, 4 തെറ്റ്. ഓക്കെ.